ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ചിരിപ്പിക്കും. അപ്പോൾ ഇന്ന് എല്ലാവരും നമ്മുടെ വീട്ടിലുണ്ട്. ഇന്നത്തെ വീഡിയോന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇന്ന് നമ്മുടെ ഇന്നല്ല, നാളെ നമ്മുടെ വിൻഷാന്റെ പിറന്നാളാണ്. വിൻഷേട്ടൻ എത്തിയിട്ടില്ല കേട്ടോ. വിൻഷേട്ടൻ ഇന്ന് പാലക്കാട് പോയിക്കാണ്. അപ്പോൾ കുറച്ച് വൈകിട്ടേ വരുള്ളൂ. അപ്പോൾ പേടിപ്പിച്ചു. ഇന്നെല്ലാം കുറച്ച് സർപ്രൈസ് ആയ കാര്യങ്ങളാണ് കേട്ടോ. മൊത്തത്തിൽ ഞാൻ തുടക്കം തൊട്ടിട്ടുള്ളത് പറയാം. തൊട്ടിട്ട് എന്താ പ്ലാൻ എന്ന് വെച്ചാൽ, കഴിഞ്ഞ പ്രാവശ്യം മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, വിൻഷാന്റെ ഈ ഒരു പിറന്നാളിന് എനിക്ക് എന്തെങ്കിലും നല്ലൊരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കണം എന്നുള്ളത്. അപ്പം ഞാൻ അതിന് വേണ്ടി സ്വരൂപിച്ച് മാറ്റി വെച്ചിട്ട് ലാസ്റ്റ് വിൻഷാന്റെ പിറന്നാൾ വന്നപ്പോൾ ഞാൻ ആ സാധനം വാങ്ങി. സംഭവം എന്താണെന്ന് വെച്ചാൽ, വിൻഷാട്ടിന് ഞാനൊരു കൈ ചെയിൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നാളെ ഇടുള്ളൂ. നിങ്ങള് പറയണ്ടാണ് പറയണത്. ഞാൻ എന്താണെന്നറിയോ പറയണത്, ഈ ലോങ് വീഡിയോ ഞാൻ ഷോർട്സ് ഇട്ടതിന് ശേഷമാണ് ഇടുക. അതായത് ഇന്ന് നമ്മൾ കൊടുക്കുമ്പോൾ ഷോർട്സ് എടുക്കുമല്ലോ, ഞാൻ നാളെ തന്നെ അപ്ലോഡ് ചെയ്യും. ലോങ് വീഡിയോ ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ കാണുമല്ലോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഷോർട്സിൽ എന്തായാലും കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ എടുത്തത്. അപ്പം ഞാൻ അത് എടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നൊരു പ്ലാൻ എന്ന് വെച്ചാൽ, വിൻഷാട്ട് ഒട്ടും എക്സ്പെക്ട് ചെയ്യില്ല ഞാൻ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് തരണത്. കഴിച്ചൊന്നും തരുന്ന ഒരിക്കലും എക്സ്പെക്ട് ചെയ്യില്ല കേട്ടോ. എന്തെങ്കിലും ഒരു ഡ്രസ്സ് അത്ര എന്നെ വിചാരിച്ചിട്ടുണ്ടായിരിക്കുള്ളൂ. ആ ഒരു സ്ഥാനത്ത് എനിക്ക് എന്താ പറയുക, സർപ്രൈസ് ചെയ്യാൻ പറ്റിയൊരു സാധനം അതായിരുന്നു. പിന്നെ എനിക്ക് തോന്നി കുറച്ചും കൂടി സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താലോ എന്ന്. അങ്ങനെ ഞാൻ പാറുവിനെ വിളിച്ചപ്പോൾ വിൻഷാട്ടിൻ്റെ ഇപ്രാവശ്യത്തെ പിറന്നാൾ കുറച്ച് സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. എൻ്റെ ചെയ്യാൻ പ്ലാനൊക്കെ ഇട്ടപ്പോൾ ഇത് ഞാൻ പറഞ്ഞു. ഇങ്ങനെ അതുപോലെ ജിഷ്ണാട്ടിനോട് ഞാൻ പറഞ്ഞു കേട്ടോ. അവരോട് മൂന്നവരോട് ഷെയർ ചെയ്ത് വെച്ച്, പിന്നെ ചിത്രേച്ചിനോട് പറഞ്ഞു, മിത്രേച്ചിയോടും പറഞ്ഞു, ചേച്ചി എനിക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് ഇങ്ങനെ കൊടുക്കണം എന്നുള്ളത്. പിന്നെ ഇന്നലെയായിട്ട് ഞാൻ അമ്മോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ പ്ലാൻ ഇട്ടു പിന്നെ എടുത്തു. അപ്പം പിന്നെ ഞാൻ പാറുവിനോടാട്ടോ പറഞ്ഞത്. അങ്ങനെ പാറുവിനും കൂട്ടിയിട്ടായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഗോൾഡ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ സാധനമൊക്കെ അങ്ങനെ ഞങ്ങൾ രാവിലെ പോയിട്ട്, ഞാനും പാറും കൂടി പോയിട്ട് കൈച്ചെയിനൊക്കെ എടുത്തിട്ട് കൊടുന്ന് ഇവിടെ വെച്ചു. എന്നിട്ട് നൈറ്റ് ഞങ്ങളുടെ പ്ലാൻ ഉണ്ടായിരുന്നത്, അതായത് നാളെ പിറന്നാൾ. അപ്പോൾ 12 മണിക്ക് പാറും ചിത്തുട്ടേട്ടനും ജിഷ്ണേട്ടനും കൂടിയിട്ട് അവർ വരാമെന്ന് പറഞ്ഞു. 12 മണിക്ക് വരാം, കോണിംഗ് ബെല്ലടിക്കും, വിൻഷേട്ടൻ സർപ്രൈസ് ആവണമല്ലോ. അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോൾ സർപ്രൈസ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ കറക്റ്റ് 12 മണിക്ക് അവർ വരും. പോപ്പറൊക്കെ പൊട്ടിക്കാനാണ് പറഞ്ഞത്. അങ്ങനെ കൊണ്ടുവരും, മറക്കൂടാവും കേട്ടോ. അങ്ങനെ അതിൽ തുറന്നിട്ട് അപ്പോൾ കേക്ക് കട്ട് ചെയ്യുക. അത് ശരിക്കും ഒരു സർപ്രൈസ് ആവുമല്ലോ. 12 മണിക്ക് ഇതൊരിക്കലും പ്രതീക്ഷിക്കില്ല അവരൊക്കെ വരുന്നുള്ളത്. അങ്ങനെ ആ രീതിയിലൊരു സർപ്രൈസ് കൊടുക്കുക, കഴിച്ചേനും കൊടുക്കുക. അതായിരുന്നു എൻ്റെ പ്ലാൻ. പിന്നെ തേജുവിൻ്റെ വക ഡ്രസ്സ് ഉണ്ട് കേട്ടോ, ഞാൻ അടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കാമെന്നാണ് ഇതുവരെ പ്ലാൻ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിലാണ് വേറെ കുറച്ച് സർപ്രൈസുകൾ കയറി വന്നത്. നിൽക്കണ ഒരെണ്ണം ഈ വീഡിയോയിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അത്ര ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വലിയ പരിപാടിയാക്കണതൊന്നും. ഇതിപ്പോൾ അടുത്ത് വരല്ലേ, അപ്പം അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടു ഇന്ന് രാവിലെ ഉച്ചയാകുമ്പോൾ കേട്ടോ ഞാൻ കഴിച്ചെടുത്തിട്ട് വേഗം വന്നു ഇവർ വിളിച്ചപ്പോൾ. അപ്പോൾ ഇവർ വന്നിട്ടുണ്ടായിരുന്നു. ഇവർ വന്നിട്ട് പോവാന്നുള്ള പ്ലാനായിട്ടൊന്ന് വന്നിട്ട് ഞാൻ പോവാന്നുള്ള പ്ലാനായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു കാര്യമുണ്ട്, ഇങ്ങനൊരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങളോട് നമുക്ക് എല്ലാവർക്കും കൂടി ഇന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് കുറച്ച് അങ്ങോട്ട് നല്ല അടിപൊളിയാക്കാമെന്ന് പറഞ്ഞു. വലിയ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ, അത്ര തന്നെ ഉള്ളൂ. ആ ഒരു 12 മണിയാകുമ്പോൾ അവരും വരിക, ചെറിയ രീതിക്ക് ഒരു സർപ്രൈസ് കൊടുക്കുക, അത്ര തന്നെ. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നൊരു വ്ളോഗ് വൈകുന്നേരത്തെ തൊട്ടിട്ടുള്ള വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇവരിപ്പോൾ പുറത്തേക്ക് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വന്നിട്ടുള്ളൂ. ഞാൻ വേഗം മേലൊക്കെ കഴുകി ചപ്പാത്തി വെക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ വാങ്ങി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവർ. ചിക്കൻ കറി വെക്കണം. ആരെയാണ് ചിക്കൻ കറി വെക്കുക, ഞാൻ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇവർ പോയ സമയത്ത് ഞാൻ സവോളയും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടാണ് കുളിച്ചിട്ട് പിരിക്കണത്. പിന്നെ അടിച്ചോറ് തുടക്കൽ അങ്ങനത്തെ എല്ലാ പണികളൊക്കെ ഷോർട്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമേ. അങ്ങനെ അതിന് ശേഷം ഒരു 7 മണി, വൈകുന്നേരം 7 മണി 7:30 ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു 7:30 തൊട്ടിട്ടുള്ള വീഡിയോയാണ് ഞാൻ വ്ളോഗായിട്ട് എടുത്തിട്ടുള്ളത്. ഇപ്പം ഞങ്ങൾ കാത്തിരിക്കുന്നത് വിൻഷേട്ടനെയാണ്. വിൻഷേട്ടൻ്റെ അടുത്ത് നമ്മളൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. പിറന്നാളാന്നുള്ള കാര്യം ചിലപ്പോൾ പറയുന്നുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്യാഴാഴ്ച പിറന്നാളാണ്, ലീവ് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നാളെ. അപ്പോൾ അത് ഉറപ്പ് പറഞ്ഞില്ല, ലീവ് കിട്ടുമെന്നുള്ള ഉറപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിറന്നാളാന്നുള്ളൊരു ഓർമ്മ ഉണ്ടാവും, അത്ര ഉണ്ടാവുള്ളൂ. പക്ഷേ അതിന് ശേഷം നോർമലി ഇവർ വന്നിട്ടുള്ളൊരു ദിവസം ആ ഒരു പ്രത്യേകത ഉണ്ടാവും. പിന്നെ 12 മണിക്കുള്ള അതൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ഇനി ഇങ്ങനെ വീഡിയോയിൽ ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്ലാൻ. വിൻഷാട്ടിന് 12 മണിയാകുമ്പോൾ ചെറിയൊരു സർപ്രൈസ് കൊടുക്കുക. പിന്നെ ഞാൻ കഴിച്ചേയും കാണിച്ചാറായിട്ട് എടുത്തത്.
അപ്പോൾ ഈ ഒരു കൈച്ചൈ എടുക്കണതിൻ്റെ പ്രത്യേകതയും ഉദ്ദേശം എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഷോർട്സിൽ. വേറെ ഒന്നല്ല, വിൻചേട്ടൻ ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു കൈച്ചയൻ. അത് കല്യാണം കഴിഞ്ഞ സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും എടുത്തു കൊടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു കൈച്ചയൻ 2-3 കൊല്ലമൊക്കെ വിൻചേട്ടൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട് പണിയുടെ സമയത്ത് കേട്ടോ. അല്ലാണ്ട് വിൻചേട്ടൻ ഇങ്ങനെ ഒന്നും നശിപ്പിക്കുന്ന സ്വഭാവമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാ ഗോൾഡും കാര്യങ്ങളൊക്കെ അതേപോലെ ഇരുന്നിരുന്നു. പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ വീട് പണിയുടെ സമയത്ത് ഫണ്ടിൻ്റെ ഷോർട്ടേജ് നോർമലി വരുമല്ലോ. നമുക്കൊരു വീട് പണിയാകുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഇത്ര എമൗണ്ട് വിചാരിച്ചാലും അതിൻ്റെ ഒരു കുറച്ച് എമൗണ്ട് കൂടുതൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇറങ്ങും. അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇട്ട ആശ മാറാണ്ട് കൊടുത്തതല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു മോഡൽ തന്നെ വാങ്ങണം എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നേ. എടുക്കുകയാണ് വിൻചേട്ടൻ ഒറ്റപ്പാലം എത്തിയിട്ടുള്ളൂ എന്നാട്ടാ പറഞ്ഞത്. അപ്പോൾ അതേ ഇവിടെ ചെക്കനെ തുടക്കിയാണ് ആര്യ. തേജും ഇവരൊക്കെ മുകളിലുണ്ട്. ഇപ്പം ആദർശ് ചീത്ത പറഞ്ഞ് വിളിച്ചിട്ട് ഇറക്കിക്കൊണ്ടുവരും. മുകളിൽ കിടന്ന് വഴുക്കലുണ്ടാവില്ല, ഇവര് നല്ല ഓടിക്കളി അവിടെ. അപ്പം അതേ കൊടുന്ന് വെക്കേറ്റിനെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ കറി വെക്കണം. ചിക്കൻ കറി പിന്നെ അരി വെക്കാന്ന് പറഞ്ഞു. ചപ്പാത്തി ഉണ്ടാക്കണം. അപ്പം ചപ്പാത്തി ഞങ്ങൾ ഉണ്ടാക്കും. പിന്നെ ചേട്ടൻ വരുമ്പോഴേക്ക് എല്ലാം സെറ്റ് ചെയ്യണം. ഞാൻ ഫുഡ് കഴിക്കണം, ഞങ്ങൾക്ക് എടുക്കാൻ നോക്കണം. പിന്നെ ഞങ്ങൾ 12 മണിക്ക് എനിക്കുള്ളൂ കേട്ടോ. കുളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാവങ്ങളല്ലേ വെച്ചിട്ട് എൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് കൊടുത്തു രണ്ടിനും. പ്രതീക്ഷിക്കാണ്ടല്ലേ, പ്ലാൻ ചെയ്തിട്ടല്ലല്ലോ വന്നത്. അതുകൊണ്ട് തന്നെ ഒന്നും കൈ പിടിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഡ്രസ്സൊക്കെ എൻ്റെ ഇടാന്നെങ്കിലും വെക്കാം, പക്ഷെ ബാക്കി ഐറ്റംസ് ഒന്നും ഇല്ലാത്ത എൻ്റെ വിഷമങ്ങൾ പറഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുവേം, കുളിക്കുക, മേലൊക്കെ കഴുകി ഇരിക്കുക. ആകെ മുഷിഞ്ഞിട്ടുണ്ട് കേട്ടോ. അവരവിടെ ഇവിടെയൊക്കെ പോയി കറങ്ങി വന്നതല്ലേ. അങ്ങനെ എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് ഇതേ പിള്ളേരെ കുളിക്കാൻ കയറുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ കിച്ചുട്ടനെ അതേട്ടത് ആര് മേലൊക്കെ കഴുകിച്ച് തുടച്ചതേ കൊടുന്ന് കെടുത്തിയിട്ടുണ്ട്. പിന്നെ കുറച്ചു നേരം നമ്മുടെ തേജും കിച്ചുട്ടനും കൂടിയിട്ട് ഭയങ്കര സ്നേഹപ്രകടനാണ്. ചേട്ടനെ പിടിക്കോ? ചേട്ടന്റെ കുട്ടി പിടിക്കണ്ടോ? ചേട്ടന് ഒന്ന് ചിരിച്ചു കൊടുക്കുക. നേരത്തെ ചിരിച്ചെന്ന പോലെ ഏട്ടൻ ചിരിക്കണ കണ്ടിട്ടില്ല അത്രേ. ഓ ചെവിട് പിടിച്ചാ പോവണ്ട, ചെവിട് പിടിച്ചാ പോവാ. ഇതൊക്കെ ചേട്ടന്റെ കുട്ടി എവിടേന്ന് ചുട്ടനാടേ ചുട്ടനാടേ. കിച്ചുട്ടൻ എവിടെയാ? കിച്ചുട്ടൻ കുട്ടി, കിച്ചുട്ടൻ കുട്ടിയെ ഒന്ന് നോക്കിയ, വലിയ നോക്കിയ, ഒന്ന് ചിരിച്ചു തന്നിട്ട്. അതാ ചിരിക്കണു. ആ സൗണ്ട് ഉണ്ടാക്കണോ? അപ്പോ ആര്യയും ആദർശം കേട്ടോ കിച്ചണിലുള്ളത്. അവര് ആര്യ ചിക്കൻ കറി വെക്കുന്നുണ്ട്, ആദർശ് മൈനസ് ഉണ്ടാക്കുന്നുണ്ട്. ഞാനിതേ ചെക്കനെ ഉറക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഇവനെ ആട്ടി ഉറക്കണ്ട പണി. ആട്ടി മീൻസ് കയ്യിലിട്ട് ഇങ്ങനെ ആട്ടില്ലേ, അങ്ങനെ ആട്ടിയിട്ട് ഞാൻ ഉറക്കാൻ നോക്കുകയാണ്. ഇതേ ഹോളിൽ ഇരുന്നിട്ട് കേട്ടോ. പിള്ളേർ പെണ്ണുങ്ങൾ രണ്ടാളും ഇതേ കുളിക്കാൻ കയറിയിട്ടുണ്ട്. അവർ കിച്ചണിലും. ഇവരെ ഉറക്കിയിട്ട് ഇനി ഞാനും കിച്ചണിൽ പോയി വെക്കും, ചപ്പാത്തി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഒന്ന് ഉറക്കട്ടെ. ഉറക്കം വരുന്നുണ്ട് തോന്നുന്നു. ഒക്കെ വരുന്നുണ്ടോ പൊന്നിഷേ? ഒക്കെ വരുന്നുണ്ടോ? ടാറ്റത്തെ ടാറ്റ നോക്കുവോ? ടാറ്റ എടുക്കുവോ? കാര്യമായിട്ട് നോക്കുന്നുണ്ട്. അപ്പം ഞാൻ ഉറക്കട്ടെ എന്തായാലും. പിന്നെ ഇതേ എല്ലാവരും മേലൊക്കെ കഴുകി വന്ന് ഇതേ ടി വി ഒക്കെ വെച്ചിരിക്കുക കേട്ടോ. ടി വിയിൽ തേജു ഗെയിം കളിക്കാട്ടോ. അപ്പോൾ അതാണ് വെച്ചേക്കണത്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ എല്ലാവരും അതെ വിൻചേട്ടൻ വരട്ടെ ആ ഒരു മൈൻഡിലായിട്ടിരിക്കണത്. കിച്ചപ്പനാണെങ്കിൽ ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഇങ്ങനെ ആട്ടുണ്ട്. ആള് സുഖമായിട്ട് എൻ്റെ പാട്ടും കേട്ടിട്ട് കണ്ണൂർട്ടിട്ട് ടി വിക്ക് നോക്കിയിട്ടൊക്കെയായിട്ട് കിടക്കണത്. ഉറങ്ങാന ഒരു ഇതൊന്നും കാണാനില്ലേ. മോളെ നിങ്ങളൊക്കെ ആര്യനെ പോയി സഹായിക്കും. അതുവാണെങ്കിൽ താപ്പിൽ എൻ്റെ ലിപ് ഗ്ലോയ്ക്ക് എടുത്ത് പരട്ടിയിട്ട് ഇങ്ങനെ തിളങ്ങി പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടാ. കാരണം വീഡിയോ എടുക്കൂല്ലോ, ഇന്നത്തെ വ്ളോഗല്ലേ. അപ്പോൾ എല്ലാവരും ഇതട്ടെ നല്ല സെറ്റപ്പായിട്ടാണ് നിൽക്കണത്. വിൻചേട്ടൻ ഞങ്ങൾ ഈ കോലം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതെന്തിപ്പോൾ എല്ലാവരും പുറപ്പെട്ട് ഇത്ര നീറ്റായിട്ട് നിൽക്കണത്. എല്ലാവരും ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് നല്ല സുന്ദരി മണികളായിട്ടാണ് എല്ലാവരും കയറി നിന്നിടുന്നത്. പിന്നെ ഇത് ഇവിടെ ചിക്കൻ കറി വെക്കുന്നുണ്ട് കേട്ടോ. അവളെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുണ്ടാക്കി കഴിഞ്ഞോണാവട്ടോ. പിന്നെ നമ്മൾ ഉണ്ണീനെ ഇന്ത്യന്ന് കൈയാട്ടിയിട്ടൊന്നും ഉറങ്ങണില്ല. ആള് നല്ല കളിക്കാൻ കെടുക്കലായിരുന്നു. അപ്പോൾ അതേ ആര് കാലം മാട്ടി ഉറക്കാന്നും പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും ഇതേ റൂമിലിരിക്കട്ടോ. റൂമിലിരുന്നിട്ട് വേറെ ഓരോ പ്ലാനിങ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. മാളു അതും ഉപ്പ തൊട്ട് മറ്റേ ഇതുവരെ സൂര്യന്റെ ആണ് കേട്ടോ. അയ്യോ പിടിച്ചടാ, പിടിച്ച സുട്ടുപണിയേ.
അല്ലെങ്കിൽ പാലക്കാട് പോയി എങ്ങനെയായാലും 8 മണി 8:30 ആകുമ്പോഴേക്കും വരണ വിൻചേട്ടനാണ് ഇന്ന് 9 മണി 9:08 വരുന്ന കാണാൻ. അപ്പൊ ഞങ്ങൾ ഇത് എന്തിങ്ങനെ വൈകിട് ഞങ്ങൾക്ക് സർപ്രൈസ് തരുമത്. കാരണം ഇത് മൊത്തത്തിൽ സർപ്രൈസ് ആണ് എല്ലാവർക്കും കേട്ടോ. ഫുള്ള് സർപ്രൈസ് ആണെന്നു. ഇവരുടെ വരവൊക്കെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് ഇവിടെ ആദ്യമായിട്ട് വീഡിയോ എടുക്കുന്നത്. അതാണ് ഇങ്ങനെ കണ്ണിലും മൂക്കിലൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. അങ്ങനെ അവസാനം നമ്മുടെ വിൻചേട്ടൻ ഇതേ വർക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വ്ളോഗ് പിടിച്ച് കൊടുക്കുമ്പോൾ ഡൗട്ട് അടിക്കില്ല. കാരണം വിൻചേട്ടനെ അറിയാം ഇവര് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും വീഡിയോസ് ഒക്കെ എടുക്കുന്നു. കത്തിയൊണ്ടൊക്കെ വരുന്നത് വിനീഷേട്ടൻ വന്നു. വിനീഷേട്ടൻ കത്തി കൊണ്ട് മുറിക്കുന്നു. കാലടിച്ചാ എന്താ പറഞ്ഞ ഞാൻ എന്ത് കുറ്റോളെ പറഞ്ഞേ അയ്യോ പിന്നെ വിൻഷേട്ട് ആദർശത്തെ വണ്ടി എടുത്തിട്ടുണ്ടല്ലോ, വണ്ടി മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നോക്കാം കേട്ടോ. എല്ലാതും പിന്നെ സ്റ്റിക്കർ അടിച്ചതും ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ട് വീട്ടിൽ കയറണില്ല, വീട്ടിൽ കയറും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചിത്രേജ് ആരെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ചിത്രേജോടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഗേറ്റ് ഒക്കെ അടച്ച് അങ്ങനെ ഇതേ വീട്ടിൽ കയറിയിട്ട് അപ്പൊ ചെക്കനെ ആരും ഉറക്കുക കേട്ടോ. അപ്പൊ അതൊന്ന് നോക്കി. പിന്നെ ചപ്പാത്തിയും ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ആദർശ് പറയുന്ന കുറച്ച് മയണൈസും കൂടി ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ട് ഇതേ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ അത് ആദർശം ഉണ്ടാക്കിക്കോളും. അപ്പൊ അതിലേക്ക് ഇതേ എന്താ മുട്ടയോ വെളുത്തുള്ളി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇതേ അടിച്ചിട്ടില്ലേ ഒന്നും അടിക്കാൻ വേണ്ടി ഇട്ടേക്കട്ടെ. അപ്പൊ മാളും ഇതേ മുട്ട എടുത്തോണ്ട് വരും. മുട്ട കൊടുക്കണില്ല, ഒരു മുട്ടയുള്ള പറഞ്ഞിട്ടൊക്കെ എന്നിട്ട് എന്തൊക്കെയോ ഇവരിങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് കളിയാക്കും. ഇവരിങ്ങനെ കേട്ടോ എല്ലാവരും കൂടി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം കളിയാക്കും. അതിപ്പോ ഒരാള് നല്ല അങ്ങോട്ടും പറയും ഇങ്ങോട്ടും പറയും. അതുകൊണ്ട് നിങ്ങളെ ഒന്നും വിചാരിക്കരുത്. കാരണം ഞങ്ങൾ പറയണത് ഡബിൾ ആയിട്ട് നമുക്ക് ഇങ്ങോട്ടും പറയൂട്ടാ. അതങ്ങനെയാണ്. നമുക്ക് അത്രയും ക്ലോസ് ആയിട്ട് അത്രയും ഫ്രീഡം ഉള്ളവരുടെ അടുത്തല്ലേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാൻ എന്തും പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ചുപേര് കൂടി കഴിഞ്ഞാൽ നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും. അതിപ്പോ പിള്ളേരെ അങ്ങടാണെങ്കിലും അവർ ഞങ്ങളെ ഇങ്ങോട്ട് കളിയാക്കാനും ഒട്ടും മോശമില്ല കേട്ടോ. ഭയങ്കരമായിട്ട് ഇങ്ങോട്ടും കളിയാക്കുകയെ. പിന്നെ ഞങ്ങൾ ആ ഒരു സെൻസിൽ അതെല്ലാം എടുക്കാറുള്ളൂ. പിന്നെ ഇതേ ഫുഡ് കഴിക്കാതിരിക്കട്ടെ. വിൻഷായിട്ട് അതേ കുളിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആയത് ഇതേ ഞാനല്ലാതെ ഇവിടെ കൊടുന്നേക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എന്താ പറയണെന്ന് വെച്ചാൽ ആദർശ് മൈനസ് ഫ്രീസറിൽ കൊണ്ടുവച്ചിട്ട് അത് മൊത്തം സൈഡിൽ കൂടെ ഒലിച്ച് പോയേക്കണു, പകുതി ആക്കിയേക്കണു കേട്ടോ. അപ്പൊ അതൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഒക്കെ തുടച്ച് വൃത്തിയാക്കി ഇതേ വിൻഷാട്ടനും കുളി കഴിഞ്ഞ് വന്നു. ഇതേ ഫുഡ് കഴിക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ വിൻഷാട്ടൻ കളിയാണോ അല്ല ഒരു ഫിലിം ഇനിയാണ് കഥ ഇവിടെ ആരംഭിക്കുന്നത് കേട്ടോ. ഇനിയാണ് ഫുൾ ട്വിസ്റ്റുകൾ. അതായത് ഒരു പ്രേതത്തിന്റെ പടമാണ് വിൻഷാട്ടൻ ടിവിയിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ അത് കണ്ടിട്ട് അതിന്റെ ഒരു കാൽഭാഗം കണ്ടു. അപ്പൊ വിൻഷേട്ടന് ഭയങ്കര ക്യൂരിയോസിറ്റി അത് ഫുള്ള് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ ഇരുന്ന് കഴിച്ചോ, ഞാനത് കണ്ട് കഴിക്കാന്നും പറഞ്ഞിട്ട് വിൻഷേട്ടൻ സോഫയിൽ പോയിരുന്ന് കഴിച്ചു. ഒപ്പം തേജു ഇരുന്നിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഞങ്ങളെല്ലാരും കൂടിയിട്ട് മേശയും ഇരുന്നിട്ടുണ്ട്. ഈ പ്രേതത്തിന്റെ പടം കാണലാണ് ഇതിലെ ഏറ്റവും എന്ന് പറയണത് കേട്ടോ. അപ്പൊ ഇതേ ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ കൂടിയിട്ട് നമ്മൾ ഇതേ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. വിൻഷേട്ടൻ ആ പ്രേതത്തിന്റെ പടം കണ്ടിട്ടായിരുന്നു കഴിക്കണത്. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഈ സർപ്രൈസ് കൊടുക്കണത് പാതിരാത്രി, അതായത് പുലർച്ചയോട് കൂടിയിട്ട് 12 മണിക്കാണ് നമ്മൾ ഈ സർപ്രൈസ് കൊടുക്കണതും. വിൻഷേട്ടൻ കാണണത് എന്താ പ്രേതത്തിന്റെ പടം. അപ്പൊ കണക്ഷൻ മനസ്സിലായല്ലോ വിൻഷേട്ടൻ എത്രത്തോളം സർപ്രൈസ് ആയിരുന്നു. സർപ്രൈസ് അയക്കാൻ കൂടുതൽ വിൻഷേട്ടൻ പേടിക്കുക ചെയ്തേക്കണത് കേട്ടാ. അപ്പൊ അതേ ഏകദേശം ഒരു 11 മണിയായി തോന്നുന്നു കേട്ടാ. അപ്പൊ പടത്തിന്റെയും ഏകദേശം മുൾമുനയിലാണ് വിൻഷേട്ടൻ കണ്ടോണ്ടിരിക്കുന്നത്. വൻ പ്രകടനമാണ് കേട്ടോ കാണുന്നത്. നോക്കുകയാണ് കേട്ടോ. വിൻഷേട്ടൻ അവിടെ TV കാണാണ് കേട്ടോ. ഇനി ഞാന് അവര് വരുമ്പോഴേ ഞാൻ വീഡിയോ എടുക്കുള്ളൂ കേട്ടാ. അപ്പൊ ഞങ്ങളെല്ലാവരും കിടക്കുക എന്ന് പറഞ്ഞിട്ട് കിടന്നു. ഇവിടൊക്കെ കിടന്നു കേട്ടാ. അപ്പുറത്ത് പിള്ളേരും കിടന്നു. അപ്പൊ ഇനി എന്തായാലും അവര് വരുമ്പോ അവര് വരുമ്പോഴേ ഞാനിനി വീഡിയോ എടുക്കുള്ളൂ. ഇപ്പൊ എന്തായാലും എല്ലാവരും കിടക്കാന്ന് പറഞ്ഞ് കിടക്കാൻ നിൽക്കുകയാണ് ഗായ്സ്. ഇവിടെ നോക്കടി വിൻഷേട്ടൻ വിൻഷേട്ടൻ ഉറങ്ങിയിട്ടില്ല കേട്ടോ. വിൻഷേട്ടൻ ഇപ്പൊ ഉറങ്ങിയിട്ടില്ല. അവരാണെങ്കിൽ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട് കോണിംഗ് ബെല്ല് അടിക്കാൻ വേണ്ടിയിട്ട്. വിൻഷേട്ടനാണെങ്കിൽ ആളിന്റെ ഫേസ് ആട്ടോ കാണുക. ഞങ്ങൾ ലേസിലൂടെ കിടന്നേക്കാണ്. വിൻഷേട്ടൻ അവിടെ TV സിനിമയിൽ മുഴുകിയിരിക്കുകയാണ്. വിൻഷേട്ടൻ പറയേ, നീ പറഞ്ഞോ. വിൻചേട്ടനാണെങ്കിൽ ഇവിടെ സിനിമയിൽ മുഴുകിയിരിക്കുകയാണ്. ഇപ്പൊ കോണിംഗ് ബെൽ അടിക്കും. കോണിംഗ് ബെൽ അടിച്ചാൽ വിൻചേട്ടനാണ് ഡോറ് തുറക്കുക. ഞങ്ങളൊക്കെ ഇങ്ങോട്ട് പോന്നു. ആ ഡോർ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ ഒരു പോപ്പർ പൊട്ടിക്കും. ഒക്കെ കോളായിക്കണു ഇന്നത്തെ പ്ലാനിങ് ഒക്കെ. കാരണം സിനിമ കാണാതിരിക്കുക ചെറുതായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടാ പോണ്. ഈ ചികിട് പ്രശ്നമല്ലോ. ഒന്ന് മാറി ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ നോക്കട്ടെ. ഞങ്ങൾ ഇതുവരെ ഉണ്ടല്ലോ കൊണ്ടടിച്ച കേക്കിലും ഇങ്ങോട്ടോടെ പോണ അവിടക്ക്. ഞങ്ങള് ഇതുവരെ തേജുവിന്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടില്ല കേട്ടോ. കാരണം ഇതാണ് പ്രശ്നം. തേജു എല്ലാം കൊളാക്കും. അപ്പൊ പിന്നെ ഞങ്ങള് തേജുവിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്താ ഒരു ബെല്ലടിക്കാത്ത
ദൈവം എൻ്റെ ചിരി ഇത്രയും വൃത്തികെട്ട ചിരിയാണ് ഞാൻ ഇപ്പോഴായിട്ട് അറിഞ്ഞത്. ഇതെന്താ വെച്ചാൽ ഇടയിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം പുറത്തുനിന്ന് പാറുവിൻ്റെ ഉണ്ണി കരഞ്ഞു. അവൻ കരഞ്ഞപ്പോൾ വിൻചേട്ടൻ TV ഒക്കെ ഓഫാക്കി. ഒന്നാമത് പ്രായത്തിൻ്റെ പടാലൊക്കെ കാണുന്നത്. അപ്പോൾ പുറത്തുനിന്ന് കരച്ചിലും വാതിലുമ്പോൾ തട്ടലും കേട്ടിട്ട് വിൻചേട്ടൻ ഓടി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു കേട്ടോ. ഇടേ അവിടെ പുറത്ത് പിന്നെ അത് മോള് ദോടൊന്നൊക്കെ വിചാരിച്ചു അയ്യോ എൻ്റെ ചിരി കേൾക്കുമ്പോൾ ഇപ്പം തന്നെ ചിരി വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഇതുണ്ടായത് ഇപ്പോൾ വിൻചേട്ടൻ പറഞ്ഞല്ലോ, വിൻചേട്ടൻ പടയത്തിൽ മുഴുകിയിരിക്കണം. ഞങ്ങളെല്ലാവരും വാലടിച്ചിട്ട് റൂമിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു. ഇവിടുന്ന് ഇവർ കോണിംഗ് ബെൽ അടിച്ചില്ല, ഇവർ വാതിലും ഇങ്ങനെ തട്ടി. അപ്പോൾ വിൻചേട്ടൻ്റെ വിചാരം ആദ്യം ടെറസിൻ്റെ അവിടെ കോണിയുടെ അവിടെ ഇരുന്നിടുന്നു. അപ്പോൾ ആദ്യം വീണ്ടും അവിടെ കയറി പോയിട്ട് വാതിൽ മോളിൽ തടയ്ക്കാന്നട്ട വിചാരിച്ചത്. അപ്പോൾ എന്നിട്ട് വിൻചേട്ടൻ ആദ്യനെ വിളിച്ച് നോക്കിയിട്ടുണ്ട്. ആദ്യം നീയാണോടി മുകളിൽ കയറിയിരിക്കണത്, നീയാണോ മുകളിൽ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് അല്ല ഞങ്ങൾ റൂമിൽ ഞങ്ങൾക്ക് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും വിൻചേട്ടൻ ഇങ്ങനെ സംശയം. പിന്നെ വിൻചേട്ടൻ നമ്മുടെ TV കാണുന്നത് പോസ് ചെയ്ത് വെച്ചു. അപ്പോൾ ഭയങ്കര കരച്ചിൽ, ഉണ്ണിയുടെ കരച്ചിൽ ഞങ്ങൾക്ക് റൂമിൽ കേൾക്കാൻ കേട്ടോ. അപ്പോൾ ശരിക്കും വിൻചേട്ടൻ പേടിച്ചു. ഓടി വന്നിട്ട് തുറക്കു വേഗമായി, പുറത്തുനിന്നൊരു കുട്ടി കരയണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെന്നൊക്കെ വിളിച്ചു. അപ്പോൾ ശരിക്ക് കൺട്രോൾ പോയി. ഞാൻ പറയുന്നുണ്ട് വിൻചേട്ടൻ വാല് തുറക്ക് പറയുമ്പോൾ വിൻചേട്ടൻ ഈ വാതിൽ തുറക്കരുത്, ജനലെ കൂടെ നോക്കട്ടെ ആരാന്നും പറഞ്ഞിട്ടാണ് ഈ വെപ്രാളടിച്ച് ജനലെ കൂടെ നോക്കണത്. വിൻചേട്ടൻ എന്താ വെച്ചാൽ വിൻചേട്ടൻ വേറെ രീതിക്ക് ചിന്തിച്ചത്. അതായത് ഇങ്ങനെ നമ്മളിങ്ങനെ പുറത്തുനിന്നൊക്കെ കേൾക്കില്ലേ, ഓരോരുത്തർ കള്ളന്മാരൊക്കെ വന്നിട്ട് പൈപ്പൊക്കെ തുറന്നിടും, നമ്മൾ ഉപദ്രവിക്കുമല്ലോ. അപ്പോൾ വിൻചേട്ടൻ അത് വെച്ചിട്ട് ജനലൊക്കെ തുറന്നിട്ടാണ് നോക്കിയിട്ട് കൺഫേം ആക്കിയിട്ട് ആ വാതിൽ തുറന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇവരെ കണ്ടപ്പോൾ മനസ്സിലായി എന്തോ ഇതുണ്ട് എന്ന് മനസ്സിലായിക്കണം കേട്ടോ. അങ്ങനെ തുറന്നു, അങ്ങനെ വേണം കേട്ടോ. നിങ്ങളായാലും അങ്ങനെ ചെയ്യണം. ആര് വാതിലുമ്പോൾ വന്ന് കൊട്ടിയാലും എന്തറിഞ്ഞാലും ജനൽ തുറന്ന് പുറത്ത് ആരാന്ന് കൺഫേം ആക്കിയ ശേഷം വാതിൽ തുറക്കാവും. ഒറ്റയടിക്ക് ചെന്നിട്ട് തുറക്കരുത് കേട്ടോ. പിന്നെ വിൻചേട്ടൻ്റെ ഒരു സംശയം വേറെ ഉണ്ടായത്, കുട്ടിയുടെ കരച്ചിലായിട്ടിപ്പോൾ എന്താണെന്നറിയോ, ഇപ്പോൾ പറയാട്ടോ, ഇപ്പോൾ ആരെങ്കിലും കുട്ടികളെനൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെ കൊടുന്ന് കെടുത്തിട്ട് അങ്ങനെ ആരെങ്കിലും പോയോ അങ്ങനെയൊക്കെ വിൻചേട്ടൻ ചിന്തിച്ചു എന്ന്. ഈ പ്രസവിച്ച കുട്ടികളെ നമുക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടിയെന്നൊക്കെ പറയില്ലേ. അപ്പം അങ്ങനെ വിചാരിച്ചു എന്നൊക്കെയായിട്ട് പറയണത്. അതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കണത്. ഞാൻ അങ്ങനെ വിചാരിച്ച് കുട്ടിയുടെ കരച്ചിൽ കേട്ടപ്പോൾ പേടിക്കുക മീൻസ് പ്രേതം അങ്ങനത്തെ പേടി ഉണ്ടായിട്ടില്ല കേട്ടാ. പക്ഷേ വല്ല കള്ളന്മാരാവോ ജനലെ കൂടെ നോക്കി ഇങ്ങോട്ട് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക അങ്ങനെ കേട്ടോ. അപ്പോൾ അതാണ് ഉണ്ടായത്. അപ്പം ഞങ്ങൾക്കാണെങ്കിൽ ചിരി വന്നിട്ട് ഞങ്ങൾ ചിരിച്ചോടിച്ചിരിക്കുക. കാരണം വിൻചേട്ടൻ കിടന്ന് വെപ്രാളടിക്കുക. ഇതിപ്പോൾ നമുക്കറിയില്ലെങ്കിൽ ഞങ്ങളും വെപ്രാളടിക്കും. പക്ഷെ ഞങ്ങളൊരു സർപ്രൈസ് കൊടുക്കണ കാരണം ഞങ്ങളുടെ മുന്നിൽ എന്താ ഞങ്ങൾക്ക് അറിയാം. പക്ഷെ വിൻചേട്ടൻ്റെ വെപ്രാളം കാണാൻ ഞങ്ങൾക്ക് ഭയങ്കര നടന്നു കേട്ടോ. എന്തായാലും വിൻചേട്ടൻ്റെ ലൈഫിൽ വിൻചേട്ടൻ ഇങ്ങനെ ഒരു ബർത്ത്ഡേ ആഘോഷം കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ അത് പറഞ്ഞു കേട്ടോ. ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ വെച്ചാൽ സർപ്രൈസ് ആയിട്ട് ഇവരെത്തും ചെയ്തു. അപ്പോൾ മൊത്തത്തിൽ ഞങ്ങൾക്ക് എന്തോ വലിയൊരു ആഘോഷം പോലെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ദേ ജിഷ്ണുവേട്ടനും ജിത്തുട്ടേട്ടനും പാറും പിന്നെ ജിഷ്ണുവേട്ടൻ്റെ അനിയനാണ് കേട്ടോ മറ്റേട്ടുള്ളത്. അപ്പോൾ അവരൊക്കെ ഇത് കേക്കൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഈ ഒരു സംഭവം സ്പ്രേ തേജു ആണെങ്കിൽ ഇതിങ്ങനെ ചീറ്റിങ് കൊണ്ടിരിക്കുക. ലാസ്റ്റ് നിന്ന് ചെയ്ത ഡബിളായിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ദേ കേക്കൊക്കെ കട്ട് ചെയ്ത് ഇനി ഗിഫ്റ്റ് കൊടുക്കുക കേട്ടോ. ഗിഫ്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, കഴിച്ചതിൻ്റെ അറിയില്ല. ഞാൻ എല്ലാ പ്രാവശ്യം ഡ്രസ്സ് ഷൂ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുള്ളൂ. അപ്പോൾ ഞാൻ കൈ കഴുകിയിട്ട് വാങ്ങുന്നൊക്കെ പറഞ്ഞിട്ട് കൈ കഴുകുക കേട്ടോ. അപ്പോൾ ഇത് തേജുവിൻ്റെ വകയെന്നും പറഞ്ഞിട്ട് ഇത് തേജുവിൻ്റെ കൊടുക്കും. അതിൻ്റെ ഇടയിൽ അത് എൻ്റെ കയ്യിൽ ഞാൻ അത് വിചാരിച്ചു എൻ്റെ ഒരു ബോക്സ് ഉണ്ട്, ഗിഫ്റ്റ് ബോക്സ് കുഞ്ഞീത്, അതിൽ വെച്ചിട്ട് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം ആളും ഇവരൊക്കെ പറഞ്ഞു അതൊക്കെ നോർമലല്ലേ, അങ്ങനെ ചെയ്യണ്ട ചേച്ചി, കയ്യിൽ ഇങ്ങനെ പെട്ടെന്ന് അതാണ് ശരിക്കും സർപ്രൈസ്. അല്ലെങ്കിൽ ചേട്ടനത് തുറക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട്, അങ്ങനെ ഒരു സർപ്രൈസ് വരില്ലേ, അല്ല അങ്ങനെ ഒരു ഫീൽ വരില്ലേ, എൻ്റെ എന്തോ കാര്യമായിട്ടുണ്ട് എന്നുള്ളൊരിത്. അപ്പോൾ അങ്ങനെ ഒന്നും വേണ്ട, ഒറ്റയടിക്ക് സർപ്രൈസ് ആക്കണം, നേരെ കൊണ്ട് കൈമേ കെട്ടണം, അപ്പോഴാണ് ശരിക്കും സർപ്രൈസ് ആവുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ കൊണ്ടു തന്നിട്ടുണ്ട് കേട്ടോ. ഞാനതാണ് കയ്യിൽ ഇങ്ങനെ പിടിച്ച് വെച്ചേക്കണത്. പിന്നെ ഇതാട്ടോ നമ്മുടെ തേജുവിൻ്റെ വക, തേജു ഷർട്ട് എടുത്തേക്കണത്. അപ്പോൾ ഇതേതാ അവൻ്റെ കുട്ടി കുടുക്കേന്ന് പൈസയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അവന് കൊടുക്കണ്ട് കേട്ടോ തേജുവിന്. ആര് എന്തെങ്കിലുമൊക്കെ കൊടുത്താലൊക്കെ കുടുക്കയിൽ കൊണ്ടിടും, ചില്ലറയായിട്ടും നോട്ടായിട്ടും പിന്നെ നമ്മുടെ വിഷുവിന് കിട്ടിയതും ഒക്കെ അതിലിങ്ങനെ ഇട്ടേക്കും കേട്ടോ. ഇടയ്ക്ക് ഒരാവശ്യം വരുമ്പോൾ ഞാൻ വിൻചേട്ടൻ എടുക്കുമായിരുന്നു. പക്ഷെ അവൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അവൻ്റെ നിർബന്ധമായിരുന്നു ഇത് തന്നെ എടുത്തിട്ട് വാങ്ങണം കേട്ടോ, അമ്മ കൊടുക്കരുതിട്ട് ഇത് തന്നെ ഈ പൈസ എടുത്തിട്ട് വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കുട്ടിയുടെ വകയുള്ള ഷർട്ടാണ് കേട്ടോ, ബ്ലാക്ക്. അവനെ കൊണ്ട് പോകാൻ പറ്റിയില്ലേക്ക്. പിന്നെയാണ് ഞാൻ എൻ്റെ കൈച്ചൈ ഇട്ട് കൊടുത്തത് കേട്ടോ. ഈ വീഡിയോയിൽ വോയിസ് കിട്ടിയിട്ടില്ല, എന്താ വെച്ചാൽ അറിയില്ല, എന്തെങ്കിലും അപ്ഡേഷൻ ആണോ കാര്യമാണോ എന്ന് അറിയില്ല. ചില വീഡിയോസ് നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ വോയിസ് കിട്ടുന്നില്ല. അത് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും
പിടുത്തം കിട്ടില്ല. എനിക്ക് ആവശ്യം വേണ്ടത് ഈ ഒരു വീഡിയോന്റെ വോയിസ് ആയിരുന്നു. പക്ഷെ എനിക്ക് ഇത് എന്തോ കിട്ടിയിട്ടില്ല. ഞാൻ ഇപ്പോൾ നോക്കുമ്പോഴാണ് എത്ര നോക്കിയിട്ടും ഇതിന്റെ വോയിസ് കിട്ടണില്ല കേട്ടോ. അങ്ങനെ ഇതേത് കൊടുത്തപ്പോൾ ശരിക്കും വിൻഷാട്ടിന് അതിശയാണ്. അപ്പം എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഇത് സ്വർണ്ണം തന്നെയാണോ, ഇത് ഒറിജിനലാണോ, ഉരച്ച് നോക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഒട്ടും ഇത് ഞാനിങ്ങനെ ഒരു സാധനം എടുക്കുമെന്ന് വിചാരിച്ചിട്ടില്ല. കാരണം നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. ആ ഒരു പ്ലാൻ അവിടെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തേക്കണത് കേട്ടോ. അപ്പം വിൻഷാട്ടിനും അതെ, ഇതും ഒട്ടും എക്സ്പെക്ട് ചെയ്യണില്ല. പക്ഷെ ഞാൻ വിൻഷാട്ടിൻ്റെ പിറന്നാൾ വരുന്നുണ്ട്, എന്തായാലും വേണം. ഞാൻ വിചാരിച്ചത് ജൂലൈ ഓഗസ്റ്റിലേക്ക് ആയിരിക്കും ഞങ്ങൾ നാളെ നോക്കി ഞങ്ങളുടെയൊക്കെ നാള് വരിക നടന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്ക് വാങ്ങാൻ നടന്നു. പക്ഷെ കുറച്ച് മുന്നേ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ പിറന്നാള്. ഗൈസ്, ഞാൻ വീണ്ടും പറയുന്നു, എൻ്റെ വായിന്ന് വല്ല വെള്ളി ചാടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാനിങ്ങനെ വെപ്രാളടിച്ച് എക്സൈറ്റ്മെൻറ്റോട് കൂടി സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കണതായിരിക്കില്ല ഞാൻ പറയുക. നിങ്ങൾ കഴിഞ്ഞ അച്ഛൻ്റെ പിറന്നാളിൻ്റെ വീഡിയോയിൽ കണ്ടുല്ലോ, എന്താ ശ്രുതിനെ ചേട്ടൻ്റെ പെങ്ങളാണ് ഞാൻ, എന്നിട്ട് അളിയനെ പെങ്ങളെന്നാണ് എന്തൊക്കെ ഞാൻ വായെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് എനിക്ക് നല്ല വെള്ളി ചാടും. വായിൽ ഞാൻ വിചാരിക്കണതല്ല ഞാൻ പറയാം. അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടിട്ടേക്ക്. അങ്ങനെ കഴിച്ചതിനൊക്കെ കെട്ടി ഇതേ സെറ്റായിട്ടോ. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ വിൻഷാൻ്റെ കൈമി കഴിച്ചേൻ കണ്ടപ്പോൾ. കാരണം മുന്നേ അത് കൊടുക്കുമ്പോഴും അതേ വിൻഷാൻ്റെ കൈമി ഒരു സാധനം ഞാൻ ഗോൾഡായിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. പിന്നെ അത് ഊരി കൊടുത്തിട്ട് കുറേ നാൾ വിൻഷാൻ്റെ കൈമ അത് കാണാണ്ട് കണ്ടിട്ട് ഭയങ്കര എന്തോ ഒരു ഫീലായിരുന്നു. പിന്നെ അത് ശീലമായിട്ടോ, ഓൾറെഡി ഉണ്ടായിരുന്നില്ലല്ലോ എന്നുള്ളൊരു ശീലമായി. പക്ഷെ ഉള്ളിലുള്ള ഇങ്ങനെ കൊണ്ട് നടന്നിരുന്ന ഒരു കാര്യമായിരുന്നു വിൻഷാട്ടിന് പഴയ ആ ഒരു അങ്ങനത്തെ ഒരു കഴിച്ച എടുത്ത് കൊടുക്കണം. എന്തായാലും ദൈവം സഹായിച്ചിരിക്കുന്നത് നടന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പൊ അതേ നമ്മുടെ ആദു വിൻഷാന്റെ മേത്തോ എന്തൊക്കെയോ വെച്ച് അടിച്ചുട്ടോ. അപ്പൊ അതിന്റെ ദേഷ്യാണ് തീർക്കണത്. ആദുവിന്റെ മോത്തതേ നല്ലോണം വെച്ച് തേച്ച് കൊടുത്തിട്ടുണ്ട്. വിൻഷാട്ട് അതൊക്കെ കഴുകി സെറ്റായി. ആദുവിന്റെ ആയിട്ട് കഴുകാൻ പണിയിട്ട് നടന്നത്. പിന്നെ അതിലത്തെ കഴിഞ്ഞു തോന്നുന്നു കേട്ടാ. പിന്നെ ഇവർ കളിയൊക്കെ കേട്ടോ കഴിച്ചാൻ കിട്ടിയപ്പോ ഒരു ഫ്രണ്ട്സ് അങ്ങോട്ടും കളിയാക്കില്ല. അങ്ങനെ വിൻഷാട്ട് നാളെ പണയം വെക്കാൻ തരണട്ടോ, വിൻഷാട്ട് നാളെ അതിന് തരണട്ടോ പറഞ്ഞിട്ട് ഓരോരുത്തർ ഇപ്പൊ തന്നെ കഴിച്ചാൻ ബുക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ അത് പറഞ്ഞ് കളിയൊക്കെയാണ്. ജിത്തുട്ടേട്ടനോ കേട്ടോ. അപ്പൊ ആരും കഴിച്ച എടുത്ത് കൊടുത്തപ്പോൾ ഞങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. ജിത്തുട്ടേട്ടാ ഒന്ന് നാളേക്ക് തരണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ കളിയൊക്കെ ഇടുന്നു. സെയിം ഡയലോഗ് തന്നെയായിരുന്നു ഇട്ടതും. പിന്നെ അതേ നമ്മൾ കേക്ക് ആ സാധനം പോപ്പർ പൊട്ടിച്ചപ്പോ ഉണ്ടല്ലോ എല്ലാതും അതിലേക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് സൈഡിക്കൊക്കെ. അപ്പൊ അത് വിഷ്ണുവേട്ടൻ്റെ അനിയട്ടോ. കുറെ പേര് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ജിഷ്ണു ആകെ കൺഫ്യൂഷനാണ്. ബ്ലാക്ക് ഷർട്ട് ഇട്ടത് ജിഷ്ണുവേട്ടൻ്റെ വൈഫാണ് നമ്മുടെ സുജില. പിന്നെ ജിത്തുട്ടേട്ടൻ എന്ന് പറയണത് ജിത്തുട്ടേട്ടൻ്റെ ശരിക്കുള്ള പേര് വിഷ്ണു എന്നാണ് കേട്ടാ. അത് പാറു പിന്നെ ഉണ്ണിട്ടാ. പിന്നെ വിഷ്ണുവേട്ടൻ്റെ അനിയനാണ് ഇത് വൈഷ്ണവ്. ജിനു എന്നാട്ടാ വിളിക്കുക. എന്ന് പേര് ഞാൻ ഇപ്പോഴായിട്ട് അറിയണത്, പാറു പറയുമ്പോഴാണ് അറിയണത്. പിന്നെ ഇതെല്ലാം കേക്കൊക്കെ ഷെയർ ചെയ്തത് എല്ലാവരും ഇരുന്നിട്ട് ഓരോ മുക്കിലും എടുത്തിട്ട് ഇങ്ങനെ മിണുങ്ങുന്നുണ്ട് കേട്ടോ. ആദോനെയും മാളൂനെയും ഞാൻ കളിയാക്കാണ്. കന്നാസും കടലാസും ആണ് വീട് പറഞ്ഞിട്ട്. ഇത് നാളെ പണയം വെക്കണം നമുക്ക്. പാപ്പന് മേടിക്കല്ലേ അടിക്കല്ലേ. ഇതെന്താ ചെയ്യണ്ടേന്നോ? ഗോൾഡൊന്നും കൈ വെക്കാൻ പറ്റില്ല. അത്യാവശ്യം ജിഷ്ണുവിനെ മറ്റേ ബജാജിലേക്ക് കൊടുക്കുക, അത്ര നടക്കുള്ളൂ. പിന്നെ വിൻഷാട്ടൻ ചോദിച്ചത് ഇതെങ്ങനെ നീ പോയെടുത്തു, നീ ഒറ്റയ്ക്ക് പോയിട്ടെടുത്തു വന്നതൊക്കെ ആയിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോഴാണ് ഞങ്ങൾ എല്ലാ കഥകളും പറഞ്ഞത്. ഞാനും പാറും കൂടി പോയിട്ടെടുത്തു, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ എല്ലാ കഥകളും വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അതേ കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നു. പിന്നെ എന്താ പറയുക, അതാട്ടോ നമ്മുടെ വിഷ്ണുവേട്ടൻ്റെ അനിയൻ, നമ്മുടെ വിൻഷാട്ടിൻ്റെ അപ്പുറത്തിരിക്കണത്. പിന്നെ വി പാവുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ അവൻ ലൈറ്റ് ഓഫ് ചെയ്തേക്കാലോ, അത് പൊട്ടിച്ചപ്പോൾ ഒന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കരഞ്ഞു കേട്ടോ. ആ കരച്ചിലാണ് വിൻഷാട്ടിനും ടെൻഷൻ ആയിട്ടുണ്ടായിരുന്നത്. ഇത് എന്താ പുറത്തുനിന്ന് കരച്ചിൽ വെച്ചിട്ട്. പിന്നെ ഞങ്ങൾ കേക്കൊക്കെ കഴിച്ചിട്ട് ഇതെല്ലാവരും പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് തേജ് ഇതൊക്കെ വാരി കൂട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ ഇങ്ങനെ ഫുള്ള് ഈ സാധനം ഗിൽറ്റാടുന്നേ. ഞാൻ പറയുന്നുണ്ട് പാവൻ്റെ കുട്ടി എന്നെ ഹെൽപ്പ് ചെയ്യാണ്, നോക്കിയൊക്കെ വാരി ഇതാക്കുകയെന്ന്. പിന്നെ നോക്കിയപ്പോൾ ഇതൊക്കെ വാരി കൂട്ടിയിട്ട് ഒരൊറ്റ ഉതല അവൻ കൂടുതൽ പരത്തി തന്നു. റൂമോളിക്കൊന്നും ആവാത്തത് അവൻ തന്നെ റൂമോളിക്ക് പരത്തി തന്നു കേട്ടോ. അപ്പൊ ജിഷ്ണേട്ടൻ പറയുന്നുണ്ട് അത് വാരി കൂട്ടുന്നില്ല, ഇപ്പൊ കണ്ടോ എല്ലോടും കൊണ്ട് പരത്തി തരുന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാം കൂട്ടിയിട്ട് ഇല്ലാടത്തൊക്കെ കൊണ്ടിട്ട്, അതായത് ആവാത്തോടത്തൊക്കെ കൊണ്ടിട്ട് കൂട്ടിയിട്ടൊക്കെ ഇങ്ങനെ വെതറി വൃത്തികേടാക്കി തന്നുണ്ട്. അപ്പൊ എല്ലാവരുടെയും ബഹളം കാരണം തന്നെ നമ്മുടെ കിച്ചുട്ടന് ഉറങ്ങണില്ല കേട്ടോ. മറ്റേത് ആരിങ്ങനെ പറയുന്നുണ്ട് 6 മണിയാകുമ്പോഴേക്കും ഉറങ്ങണ ചെക്കനാണ്, ഇതെന്തോ ഉറങ്ങാത്ത് 12 മണിയോ 12:30 ആയിട്ട് ഉറങ്ങണില്ല എന്നുവെച്ചാൽ വാശി പിടിച്ച് കരയല്ല, കണ്ണുറന്നിങ്ങനെ കളിച്ച് കിടക്കുക. അപ്പൊ ഞാൻ പറയുന്നുണ്ട് വാശി പിടിക്കണില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ ഇരുത്തിയേക്ക് കേട്ടാ. അപ്പൊ ഇതേ ജിഷ്ണുവേട്ടൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ നോക്കുമ്പോൾ ജിഷ്ണുവേട്ടനെ നമ്മുടെ ഇതില്ലേ ഫിഷ് അക്വേറിയം അതൊക്കെ ക്ലീൻ ആക്കട്ടാ. മീൻസ് അതിലെ ഫിൽറ്ററിൻ്റെ അവിടെ ചളി ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ആളതൊക്കെ ഉരുട്ട് ഇതൊക്കെ നിന്ന് ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ. എന്താ ഉത്തരവാദിത്തം.
പഠിത്തം ആൾ കൊടുത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ അതെ അതൊക്കെ ക്ലീൻ ആക്കി റെഡി ആക്കിയിട്ടുണ്ട്. കുറേ ചളിയുണ്ട്. ആ സ്പോഞ്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച അതിന് മുന്നത്തെ പ്രാവശ്യം കണ്ട് കഴുകിയതാണ്. പക്ഷെ അക്വേറിയത്തിൽ ചളി ഫീൽ ചെയ്യണില്ല. പക്ഷെ ഇതിന് ഇങ്ങനെ കളർ മാറും പറഞ്ഞിട്ട് അതൊക്കെ ആള് സെറ്റാക്കി ക്ലീൻ ആക്കി തരുന്നുണ്ട് കേട്ടോ. ജിഷ്ണുവേട്ടനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ജിഷ്ണുവേട്ടൻ്റെ ചാനൽ ഉണ്ട്. എന്താ ജിഷ്ണുവേട്ടൻ്റെ ചാനൽ പേര്? ചാനൽ വരുന്നേട്ടാ ഇത് നമ്മുടെ ചിത്തോട്ടിൻ്റെ അനിയാണ് കേട്ടോ. ആള് മൈജിയിലുണ്ടാവും. ഫുൾ എക്സിക്യൂട്ടീവ് ആയിട്ട് മൈജിയിൽ കാണാട്ടോ ആളെ. ചിത്തോട്ടം ബാക്കിൽ വരണേ കാണുന്നതാണ്. അവന് കൊതിയാലോ ഇതല്ലേ. എല്ലാവരും കൂടിയിട്ട് ഇതേ കാർട്ടൂൺ കാണാനായിരുന്നു കേട്ടോ. ഞാൻ കുറച്ചൊക്കെ പഠിച്ചെടുത്തു. പക്ഷെ ഫാറ്റപ്പോൾ പിന്നെയും കുറച്ച് കാർഡായിട്ടുണ്ടായിരുന്നു. പക്ഷെ കൂടുതൽ കച്ചറ അങ്ങനെ കട്ടായിട്ടുള്ളതൊക്കെ അടിച്ച് വൃത്തിയാക്കി. അങ്ങനെ സമയം ഇതേ 12 മണി കഴിഞ്ഞു കേട്ടോ. 12 മണി 1 മണിയാ എത്ര അങ്ങോട്ട് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതേ അതൊക്കെ ക്ലീൻ ആക്കി. പിന്നെ അവർക്ക് ഇതേ അവർ ചപ്പാത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ ഫുഡും കഴിച്ചു, ചപ്പാത്തി കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് എല്ലാവരും യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ. എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് ഇവർക്കൊക്കെ നാളെ വർക്കിന് പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതേ പോവാന്നും പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും വിൻഷാട്ടിന് മറക്കാൻ പറ്റാത്ത നല്ലൊരു പിറന്നാൾ ദിവസമായിരിക്കും ഇത് കേട്ടോ. പിന്നെ നമ്മുടെ ജിഷ്ണേട്ടനും പാറും ഒക്കെ ചെറുതായിട്ടൊരു ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പാറുവിന്റെ ചാനലിന്റെ പേര് പാർവതി വിഷ്ണു 04 എന്നാണ് കേട്ടോ. ഞാൻ സ്ക്രീനിൽ കൊടുക്കുക. പിന്നെ നമ്മുടെ ജിഷ്ണുവിന്റെ ചാനലിന്റെ പേര് ജിസ് ആൻഡ് ജിൽ എന്നാട്ടോ. അതായത് ജിഷ്ണു സുജില അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കി നോക്ക്. നിങ്ങൾക്ക് വീഡിയോസ് അവരുടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തോളണേ. അങ്ങനെ ഇതേ ടാറ്റൊക്കെ പറഞ്ഞിട്ട് ഇത് എല്ലാവരും പോയിട്ടാ. പിന്നെ ഇതേ പിള്ളേരും അതേട്ടാക്ക് എടുക്കാനൊക്കെ പോയി. ഞങ്ങൾ ഇതുവരെ യാത്രയാക്കാൻ വേണ്ടി റോട്ടിക്ക് ഇങ്ങോട്ട് കയറുന്നു. റോട്ടിൽ നിന്നിട്ടും വർത്താനവും കളിയാക്കലും കളിയും ചിരിയും ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഞങ്ങളെല്ലാവരും ആദ്യമായിട്ട് വിൻഷാട്ടിന് എല്ലാവരുമായിട്ട് കമ്പനിയാണ് കേട്ടോ. ഓൾറെഡി ഓഫീസിൽ വർക്ക് ചെയ്തിട്ട് അങ്ങനെ പരിചയം ഉണ്ടല്ലോ. പക്ഷെ നമ്മൾ ഫാമിലി ആയിട്ട് കൂടുതൽ കമ്പനി ആവണത് ഇപ്പോൾ ഏകദേശം 1.5-2 വർഷം ആവാറായിട്ടുണ്ടാവേ. ഞങ്ങളെല്ലാവരും ഫസ്റ്റ് മീറ്റ് ചെയ്യണത് പാറുവിന്റെയും ജിഷ്ണുവിന്റെയും വില്ലയിലേക്ക് പോയിട്ടാട്ടോ. അവിടെ നിന്നാണ് എല്ലാവരും കൂടി കമ്പനി ആവണത്. പിന്നെ ഒരു ചെറിയ ട്രിപ്പ് പോയി. അപ്പോഴും അതേട്ടോ ചെറിയ കമ്പനി ഉള്ളൂ. പിന്നെ 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 ഒരു ഫാമിലി പോലെ, അതായത് നമ്മുടെ സ്വന്തം ഫാമിലി ഇല്ലേ, അങ്ങനെ ഒരു ഇതായി. ഞങ്ങളുടെ ഇടയിൽ മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ ഫാമിലിയിലേക്കും അതേട്ടോ ഇവര് ഒരേപോലെ. ഇപ്പൊ ജിത്തുട്ടാന്റെ ഫാമിലിക്കും പാറുവിന്റെ ഫാമിലിക്ക് പോവാണെങ്കിലും നമ്മുടെ സ്വന്തം ഫാമിലിക്ക് പോണ പോലെ. അതുപോലെ എൻ്റെ വീട്ടിലേക്ക് അവർ വരുമ്പോഴും വിൻഷാന്റെ വീട്ടിലേക്ക് വരുമ്പോഴും അങ്ങനെ ജിഷ്ണാന്റെ വീട്ടിലേക്ക് പോവാണെങ്കിലും മൊത്തം ഒരു കുടുംബം പോലെ. ഞങ്ങൾ മാത്രമല്ല, അവരുടെ അച്ഛനും അമ്മമാരും അങ്ങനെ എല്ലാവരും കൂടിയിട്ട് എല്ലാവരുമായിട്ട് ഒരു വലിയൊരു ഫാമിലി പോലെ ആയിട്ടോ നമുക്ക്. അല്ലാതെ ഇപ്പൊ ഇവര് മാത്രമല്ല കേട്ടോ നമ്മുടെ ഫാമിലിയിൽ ഒതുങ്ങണത്. വീട്ടുകാരും എല്ലാവരും കൂടിയിട്ട് ഭയങ്കര ഇതാട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട് ജിഷ്ണുവിന്റെ അച്ഛനെയൊക്കെ കേട്ടാ ഭയങ്കര സപ്പോർട്ട്. നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അവിടെ ചെല്ലുമ്പോഴൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കും. ശരി, മറക്കില്ലല്ലോ പറഞ്ഞാല്. ഇങ്ങനെ ഈ അടക്ക് വീഡിയോയിൽ വരേണ്ടി. ബൈ ബൈ. പറ്റുമോ? അങ്ങനെ എല്ലാവരും സപ്പോർട്ട് എന്നുള്ള രീതിയിലാട്ടോ പോണത്. ഇതുപോലെ തന്നെ മുന്നോട്ട് ഇങ്ങനെ പോണേ തന്നെ കേട്ടോ ഞങ്ങളുടെയും ആഗ്രഹങ്ങൾ. അങ്ങനെ ഇതേ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഇതേ എല്ലാവരും പോയിട്ടാ. ഇനിയിപ്പോൾ പാറു അവര് കട്ടിൽമാടത്തേക്കാട്ടോ എല്ലാവരും പോണത്. ഇവരുടെ വീട് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാ കേട്ടോ. കുറച്ച് ദൂരം തന്നെയുള്ളേ, കുറേ ദൂരം ഒന്നും ഇല്ല കേട്ടോ. കാണണതുണ്ടല്ലോ എൻ്റെ അടുത്ത് ഷോർക്കളതാട്ടോ കഴിച്ചേ കിട്ടിയത്. ഞാൻ എല്ലാതും കഴിഞ്ഞു. വിൻഷാടിന്റെ മുഖം നോക്കട്ടെ. ഗിഫ്റ്റ് എങ്ങനെയുണ്ട്? ഗിഫ്റ്റ് ഒട്ടും പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയി പോയി. പിന്നെ എന്താ പറയാ, അല്ല ഇത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ്. അപ്പോ എന്തായാലും ഹാപ്പിയാണ്. അപ്പൊ ഗൈസ് ഞങ്ങൾ കിടക്കുകയാണ്. വിൻഷാടിനും ആദർശും ഇവിടെ കിടക്കും. ഞങ്ങൾ എല്ലാവരും കൂടി മറ്റേ വലിയ റൂമിൽ കിടക്കാനാട്ട പ്ലാന്. അപ്പൊ ഞങ്ങൾ കിടക്കുകയാണ്. ബാക്കി വിശേഷങ്ങള് നാളെ കേട്ടാ. ടാറ്റ ബൈ. പിറന്നാളിന്റെ അന്നത്തെ വീഡിയോ ഞാനിതിൽ കൂട്ടിച്ചേർക്കാന്ന് വിചാരിച്ചത്. പക്ഷെ ഇതിൽ തന്നെ അത്യാവശ്യം ആയേക്കണം കേട്ടോ. അപ്പൊ ആ വീഡിയോ അടുത്ത വ്ളോഗിൽ ഇടാട്ടോ. ബൈ.